അജിംസ് 11 മണിക്ക് തുടങ്ങുമെന്നാണ് അറിയിച്ചിരുന്നതെങ്കിലും ഉദ്ഘാടന ചടങ്ങുകളും മറ്റു പരിപാടികളുമൊക്കെ അല്പം നീണ്ടതിനാൽ തന്നെ 11:30-11:45 ഈ പരിപാടികൾ മത്സര ഇനങ്ങൾ ആരംഭിക്കാനായി. ഞാനിപ്പോൾ ഒന്നാം വേദിയിലാണുള്ളത്. പ്രധാന വേദിയായ സെൻട്രൽ സ്റ്റേഡിയത്തിലെ MT നിളയിലാണ് ഉള്ളത്. ഇവിടെ ഉദ്ഘാടന ചടങ്ങുകൾക്ക് ശേഷം ആദ്യമായി മോഹിനിയാട്ടം ഹൈസ്കൂൾ വിഭാഗം പെൺകുട്ടികളുടെ മോഹിനിയാട്ട മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം 3-4 പെർഫോമൻസുകൾ അരങ്ങേറ്റ തട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അത്തരത്തിൽ ഒരു പെൺകുട്ടി ഇപ്പോൾ ഈ പ്രകടനം കാഴ്ചവെക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭാരതപ്പുഴ എന്ന് നാമകരണം ചെയ്ത വേദി പിന്നീട് MT നിള എന്ന് പുനഃക്രമീകരിച്ചു. അത്തരത്തിൽ MT നിളയിൽ തുടങ്ങി ചിറ്റാരിപ്പുഴയിൽ അവസാനിക്കുന്ന 25 നദികളുടെ പേരിട്ട 25 വേദികളിലായിട്ടാണ് ഈ 5 ദിവസങ്ങൾ കലോത്സവം നടക്കുന്നത്. 15,000-ഓളം വിദ്യാർത്ഥികൾ 249 ഇനങ്ങളിലായി ഈ അരങ്ങുകളിലേക്ക് എത്തിച്ചേരും. ഇന്ന് ചില കളർഫുൾ ഇനങ്ങൾ ഉള്ള ദിവസമാണ്. ഈ ഒന്നാം വേദിയായ MT നിളയിൽ മോഹിനിയാട്ട മത്സരങ്ങൾ പൂർത്തിയായതിനു ശേഷം 3 മണിയോടുകൂടി സംഘനൃത്തം ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗം പെൺകുട്ടികളുടെ സംഘനൃത്തം നടക്കുന്ന വേദി കൂടിയാണിത്. എല്ലാ വർഷവും ഒന്നാം ദിനത്തിൽ ഉച്ചയ്ക്ക് ശേഷം ഒരു സംഘനൃത്ത മത്സരങ്ങൾ കാണികളെ ഏറെ ആകർഷിക്കുന്ന മത്സരങ്ങളാണ്. വളരെ കളർഫുൾ ആയിട്ടുള്ള ആടയാഭരണങ്ങളും നൃത്ത ചുവടുകളുമായി പെൺകുട്ടികൾ ഉച്ചയ്ക്ക് ശേഷം വൈകുന്നേരത്തോടുകൂടി സെൻട്രൽ സ്റ്റേഡിയത്തിലെ ഒന്നാം വേദിയിൽ അരങ്ങിലേക്ക് എത്തും. അതിനോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഇനം, ഏവരും കാത്തിരിക്കുന്ന ഇനങ്ങളിലൊന്നാണ് ഒപ്പന മത്സരം. ഒപ്പന മത്സരം രണ്ടാം വേദിയായ പെരിയാർ എന്ന് നാമകരണം ചെയ്ത ഗവൺമെന്റ് വിമൻസ് കോളേജ് ഓഡിറ്റോറിയത്തിൽ വഴുതക്കാട്ടെ വനിതാ കലാലയത്തിൽ ഉച്ചയ്ക്ക് 3 മണിക്ക് ഹയർ സെക്കൻഡറി വിഭാഗം പെൺകുട്ടികളുടെ ഒപ്പന മത്സരമുണ്ട്. അതിനു മുന്നോടിയായി ഇപ്പോൾ ആ വേദിയിൽ ഭരതനാട്യം നടന്നുകൊണ്ടിരിക്കുകയാണ്. കുച്ചിപ്പുടി, മാർഗംകളി, സംസ്കൃത നാടകം, പൂരക്കളി, അറബനമുട്ട് തുടങ്ങിയ ഗ്ലാമർ ഇനങ്ങൾ ഇന്ന് വേദിയിലെത്തുന്നുണ്ട്. അത്തരത്തിൽ വലിയ സജീവമായ ആദ്യ ദിനത്തിൽ തന്നെ സജീവമായ വേദികളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ചൂടായതിനാൽ തന്നെ പകൽ കൂടുതൽ അധികം ആളുകൾ മത്സരങ്ങൾ കാണാനെത്തിയിട്ടില്ല. ഭൂരിഭാഗവും ഈ മത്സരത്തിൽ പങ്കെടുക്കുന്ന കുട്ടികളുടെ ബന്ധുക്കൾ, രക്ഷകർത്താക്കൾ, ഗുരുക്കന്മാർ എന്നിങ്ങനെ സർക്കാർ ഉദ്യോഗസ്ഥർ ഇങ്ങനെയൊക്കെയാണ് ഈ വേദികളിലേക്കുള്ളത്. അതുകൊണ്ട് തന്നെ വേദി നിറഞ്ഞിട്ടില്ല. മിക്ക വേദികളും ഇത്തരത്തിൽ കാലിയായ സ്ഥിതിയാണുള്ളത്. അത് മറ്റൊരു കാരണം കൂടിയുണ്ട്. ഈ തിരുവനന്തപുരംകാരുടെ ഒരു ശൈലിയുണ്ട്. തിരുവനന്തപുരംകാർക്ക് ജോലിയൊക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ പഠിത്ത ക്ലാസ്സുകളൊക്കെ ഒന്ന് കഴിഞ്ഞ് വൈകുന്നേരത്ത് ഒന്ന് പുറത്തേക്ക് ഇറങ്ങാൻ, ഒന്ന് കാഴ്ച കാണാനിറങ്ങുന്ന സമയത്താണ് അവർ ഈ കലോത്സവത്തെ അങ്ങനെ അങ്ങ് നെഞ്ചേറ്റുന്നൊരു സമയം. അതുകൊണ്ട് തന്നെ പകൽ ആൾ കുറയുന്നത് നമുക്ക് കലോത്സവത്തിൽ പങ്കാളിത്തം കുറവാണ് എന്ന തരത്തിൽ വ്യാഖ്യാനിക്കാൻ കഴിയുകയില്ല. വൈകുന്നേരത്തോടു കൂടി തിരുവനന്തപുരത്തിന്റെ നഗരഹൃദയത്തിലുള്ള സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് കൂടുതൽ ആളുകൾ ഒഴുകിയെത്തുമെന്നതാണ് വിദ്യാഭ്യാസ വകുപ്പും സംഘാടകരും അടക്കം കരുതുന്നത്. ഇപ്പോൾ എല്ലാ പവലിയനുകളിലും കൃത്യമായുള്ള പ്രവർത്തനങ്ങൾ രാവിലെ 7 മണി മുതൽ തന്നെ രജിസ്ട്രേഷൻ നടപടികൾ SME സ്കൂളിലുള്ള രജിസ്ട്രേഷൻ കൗണ്ടറിൽ ആരംഭിച്ചിരുന്നു. അത്തരത്തിൽ എല്ലാ പവലിയനുകളിലും എല്ലാ കമ്മിറ്റികൾ ഓഫീസുകളിലും കൃത്യമായി തന്നെ പുരോഗമിച്ചു വരുന്നു. ഉച്ചഭക്ഷണ വിതരണം പുത്തരിക്കണ്ടത്തെ വേദിയിൽ പുത്തരിക്കണ്ടത്ത് ഒരുക്കിയിരിക്കുന്ന കലവറയിൽ ക്രമീകരിച്ചിട്ടുണ്ട്. അത് ഇതിനോടകം തന്നെ പുത്തരിക്കണ്ടത്ത് ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഉച്ചയ്ക്ക് ശേഷം വരെയും 4 മണി വരെയും ഉച്ചഭക്ഷണ വിതരണം ഉണ്ടാകും. അത്തരത്തിൽ സജീവമായി തന്നെയാണ് മത്സരങ്ങൾ പുരോഗമിക്കുന്നത്. ഉദ്ഘാടന ചടങ്ങിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില മൊമെന്റുകൾ അല്ലെങ്കിൽ നിമിഷങ്ങൾ അടയാളപ്പെടുത്തേണ്ടതായിട്ടുണ്ടായിരുന്നു. ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് കലാ സാംസ്കാരിക മേഖലയിൽ കൃത്യമായ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ട കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ പോകുന്നത്. സൃഷ്ടികളിലും ആസ്വാദന രീതികളിലും മാറ്റം വരുത്തേണ്ടത് ആവശ്യമാണ് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയുണ്ടായി. അധ്യക്ഷ പ്രസംഗം നടത്തിയ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞത് മത്സരമല്ല വേണ്ടത്, വിദ്യാർത്ഥികൾ പങ്കെടുക്കുക എന്നതാണ് പ്രാധാന്യം നൽകേണ്ടത്. വിജയം എന്നതിനപ്പുറത്തേക്ക് ആ പങ്കാളിത്തത്തിന് ഊന്നൽ നൽകണമെന്നും രക്ഷകർത്താക്കളോ സ്കൂളുകളോ തമ്മിലല്ല മത്സരം, കുട്ടികൾ തമ്മിലുള്ള ആരോഗ്യകരമായ മത്സരമാണ് വേണ്ടത് എന്നും വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു വെക്കുകയുണ്ടായി. രാവിലെ 9 മണിക്കോടുകൂടി പതാക ഉയർത്തൽ ചടങ്ങ് ഡോക്ടർ ഷാനവാസ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറാണ് അദ്ദേഹമാണ് പ്രത്യേകം തയ്യാറാക്കിയ വീണയുടെ രൂപത്തിലുള്ള കൊടിമരത്തിൽ പതാക ഉയർത്തൽ നടത്തിയത്. പതാക ഉയർത്തലിന് ശേഷം 10 മണിയോടുകൂടി തന്നെ ഉദ്ഘാടകനായിട്ടുള്ള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ വേദിയിലേക്ക് എത്തിച്ചേരുകയുണ്ടായി. അദ്ദേഹം വേദിയിലെ മുൻനിരയിൽ ഇരുന്നതിന് ശേഷമാണ് കലാമണ്ഡലം ഒരുക്കിയ ദൃശ്യാവിഷ്കാരം, സ്വാഗത ഗാനത്തിന്റെ ദൃശ്യാവിഷ്കാരം വേദിയിൽ പെർഫോം ചെയ്തത്. ആ ദൃശ്യാവിഷ്കാരം നടന്നതിന് ശേഷം ഉദ്ഘാടന ചടങ്ങ് ഔദ്യോഗികമായി കൽവിളക്കിൽ തിരിതെളിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിനോടൊപ്പം തന്നെ മറ്റു മന്ത്രിമാർ, വിശിഷ്ടാതിഥികളെല്ലാം തന്നെ അതിൽ പങ്കാളികളെ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിമിഷം നടന്ന അതിനുശേഷമായിരുന്നു മുണ്ടക്കൈ ദുരന്തത്തെ അതിജീവിച്ച വെള്ളാർ